പണിതീരാത്ത ഈ വീട്ടിൽ ഓരോ ചുവരുകൾക്കും പറയുവാനുണ്ട് ശ്രീജയുടെ സിവിൽ സർവീസിൻ്റെ വിജയത്തിൻ്റെ കഥ. അപ്പോൾ ശ്രീജ പഠിച്ചതിനെക്കുറിച്ചും ആ ഡൽഹിയിലെ ഇൻ്റർവ്യൂവിൻ്റെ അനുഭവമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. കേരള ചിപ്സിന് എന്തു രുചിയാണ്? സിവിൽ സർവീസിലെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂവിന്. അതെന്തായിരുന്നു ആ ചോദ്യം? ഒരു സാറ് ചിപ്സ് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. സാർ ഒരു ചിപ്സ് എടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തിനാ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹി വരെ ഇത് വന്നു, എന്താ ഇതിൻ്റെ സ്വാദിൻ്റെ രഹസ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് മുളക് പൊടി ഉപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇതൊക്കെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ തേങ്ങ എണ്ണയാണ്. അപ്പം ചോദിക്കും, അപ്പം സാറ് ചോദിച്ചു എണ്ണയിൽ എന്തെങ്കിലും ചേർക്കാറുണ്ട്? അപ്പം ഞാൻ പറഞ്ഞില്ല, എണ്ണയിലൊന്നും പ്രത്യേകിച്ച് ചേർക്കാറൊന്നുമില്ല, അത് കേരളത്തിന് തന്നെ തേങ്ങകളിൽ ഉണ്ടാക്കിയ തേങ്ങ എണ്ണ, അപ്പം വെളിച്ചെണ്ണ, അപ്പം അതുകൊണ്ടായിരിക്കണം ആ സ്വാദ്, അത് കേരളത്തിൻ്റെ തന്നെ സ്വാദാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ചെറുതായിട്ട് ഒബ്സർവ് ചെയ്തായിരുന്നു. മറ്റു ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്റർവ്യൂവിന്റെ തുടക്കം എന്ന് പറയുന്നത്, ഞാൻ കയറുന്നു, വിഷ് ചെയ്യുന്നു, ഇരിക്കാൻ പറയുന്നു, ഇരുന്നു. അപ്പം ചെയറാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. അപ്പം മാം ഡാഫൊക്കെ മറിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ശ്രീജ തിരുവനന്തപുരത്ത് നിന്നാണല്ലോ വളർന്നതും ജനിച്ചതും വളർന്നതും ഒക്കെ, അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ചെന്നൈയിലോട്ട് പോയി? അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞ ആൻസർ ചെയ്യുന്ന മാം പറഞ്ഞു, കേരളം എഡ്യൂക്കേഷൻ ഹബ്ബാണല്ലോ, കൊച്ചി ഉണ്ട്, വേറെയും പല സ്ഥലങ്ങൾ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ചെന്നൈയിലോട്ട് പോയത്? അപ്പം ഞാൻ ആൻസർ പറഞ്ഞത്, ഒരു പുതിയ ലാംഗ്വേജ്, ഒരു പുതിയ കൾച്ചർ, അതൊക്കെ എപ്പോഴും ഒരു ന്യൂ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഒരു ഷൈ കിഡായിരുന്ന എനിക്ക് ഒത്തിരി വളരാനുള്ളൊരു അവസരം ചെന്നൈ ഓഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ പോയതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് തുടക്കം. എത്ര മണിക്കൂറായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരമണിക്കൂറോളം? ഓൾമോസ്റ്റ് അരമണിക്കൂർ. ക്യൂബയെ കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടായിരുന്നല്ലോ? ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ അത് തരണം ചെയ്ത ആ ചോദ്യം? ക്യൂബൻ മിസൈൽ ക്രൈസിസ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് അത് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ന്യൂക്ലിയർ സ്റ്റാൻഡ് ഓഫ് ബിറ്റ്വീൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ദി USSR ബാക്ക് ഇൻ 1962 എന്ന് പറഞ്ഞു. എനിക്കൊന്ന് ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് 1962 പ്രത്യേകത എന്താണെന്ന് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ തുടങ്ങി ഞാൻ ഓർക്കുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞു. അപ്പം ചോദിച്ചാൽ അതെങ്ങനെയാണ് സോൾവ് ആയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നമ്മുടെ കനഡയുടെ ഡിപ്ലോമസിനൊക്കെ കുറിച്ച് എനിക്കറിയാവുന്നത് ഞാൻ സംസാരിച്ചു. അതാണ് ബേസിക്കലി ക്യൂബയുടെ ഇത്. പക്ഷേ ഇതും പറയണം, ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് യുവർ ഇൻ്റർവ്യൂസ് ഓവർ എന്ന് പറഞ്ഞ് ഞാൻ താങ്ക് യു പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആ മെമ്പർ തന്നെ, ആ സാറ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നെറ്റ്ഫ്ലിക്സിൽ ഒരു ക്യൂബയെക്കുറിച്ച് ഒരു സീരീസ് കിടപ്പുണ്ട്, ശ്രീജ അത് കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ എഴുന്നേറ്റതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതൊരു പിന്നെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഇറങ്ങി വന്നത്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. ശ്രീജ ആദ്യമായി ഫ്ലൈറ്റിൽ കയറുന്നത് ഈ യാത്രയിലാണ്. ഇതും കൂടെ ഞാൻ പറയണം, ഞാൻ മുന്നേ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം കയറുവാണെങ്കിൽ അത് UPS ഇന്റർവ്യൂവിനായിരിക്കും എന്ന് ഞാൻ മുന്നേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിലെ വാശിയാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത് അല്ലേ? തീർച്ചയായിട്ടും. 7ാം ക്ലാസ് മുതൽ തുടങ്ങിയ മോഹമാണ് ഈ സിവിൽ സർവീസ്. അതെ അതെ, 7ാം ക്ലാസ് മുതൽ തുടങ്ങിയത്. എന്ത് കിട്ടണമെന്ന് വിചാരിച്ചാലും ആ വാശിയിലൂടെ അത് നേടിയെടുക്കും. തീർച്ചയായിട്ടും. അതിന് പ്രചോദനം ആരാണ്? അമ്മയും അച്ഛനുമാണ്? അമ്മയ്ക്കും അച്ഛനും വാശിയുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണല്ലോ അച്ഛൻ ഇതുവരെ കൊണ്ടെത്തിച്ചത് അല്ലേ? എനിക്ക് തോന്നുന്നു ശ്രീജ സിവിൽ സർവീസ് എടുത്തതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടിയാണ് അവരുടെ രണ്ടുപേരുടെയും ജീവിതം അല്ലെ? ഒരു വലിയൊരു സിവിൽ സർവീസിന്റെ ആൾക്കാരാണ് അവരൊക്കെ അല്ലേ? അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ നിലയിലെത്തിച്ചത്. വായനയൊക്കെ എങ്ങനെയാണ് ശ്രീജയ്ക്ക്? എനിക്ക് വായിക്കുന്നത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കിട്ടുന്നതൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട് സമയം കിട്ടും പോലെയൊക്കെ. പുസ്തകമൊക്കെ മണിക്കൂറുകളോളം വായിക്കാറുണ്ടോ? ഉണ്ട്. ഞാൻ ചില പുസ്തകങ്ങളൊക്കെ ഉറങ്ങാതിരുന്ന് വായിച്ചു തീർത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ എന്ത് നേടണമെന്നുള്ളതും ജീവിത അനുഭവവും ചെവറിൽ എഴുതി ഒട്ടിക്കാറുണ്ട്. അതിലൂടെയാണ് ഓരോ പഠനത്തിന്റെ ഓരോ പടവുകളും കയറിയിട്ടുള്ളത്. അതിന്റെ അനുഭവം എന്തായിരുന്നു? അത് എനിക്ക് ഒരു ഇതുണ്ട്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും പഠിക്കാതിരിക്കുമ്പോഴും എല്ലാം ഗോൾസ് എല്ലാം കൃത്യമായിട്ട് കാണണമെന്നൊരിതുണ്ട്. കാരണം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പണിയാണ് ഇത്. പിന്നെ ഹാർഡ് വർക്ക് അത്യാവശ്യമാണ്. അപ്പം ഉഴപ്പാനൊക്കെ ഭയങ്കരമായിട്ട് ടെൻഡൻസീസ് ഒക്കെ വരും. പക്ഷെ ഇങ്ങനെ ഒരു ഗോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉഴപ്പിയാലും ഞാൻ പഠിത്തത്തിലോട്ട് തിരിച്ച് വരും, ഞാൻ ആ ഗോളിലോട്ട് തിരികെ വരും.
അപ്പം അതെനിക്ക് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയും പിന്നെ 10ാം ക്ലാസ്സിലും +2-ലും ആ സെയിം ടെക്നിക്ക് വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് UPSCക്ക്. എനിക്കറിയായിരുന്നു എനിക്ക് എന്തായാലും മടി ഉഴപ്പെല്ലാം വരും, അപ്പം ഇതെല്ലാം മറികടക്കണമെങ്കിൽ എനിക്കൊരു സംഭവം വേണം. അതായിരുന്നു അത്. ഈ വീട്ടിന്റെ പല ഭാഗങ്ങളിലും SSLCക്ക് പഠിക്കുമ്പോഴും +2-ന് പഠിക്കുമ്പോഴും 1200 1200 എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നേടുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, അതൊക്കെ വിജയത്തിന്റെ ഒരു തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു സ്വന്തം മെത്തേഡാണ്. ഇതൊക്കെ വർക്കാവുന്നുണ്ട്. ഇപ്പൊ വീണ്ടും അത് വർക്കായി. അതെ. അപ്പൊ ഇനി അടുത്ത യാത്രയിലെ പുറപ്പാടിലാണ്. അതെ, തീർച്ചയായിട്ടും. അത് ഇന്ന് ചർച്ചിൽ വെച്ച് ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് ലാസ്റ്റ് വെറും ശ്രീജയായിട്ട് ഇതെൻ്റെ ലാസ്റ്റ് സൺഡേ ആണ്. അടുത്ത സൺഡേ ഞാനൊരു റാങ്ക് ജേതാവായിട്ട് ഒരു IFS നേടാനുള്ള ഒരു ഓഫീസർ ഡെസിഗ്നീസ് അങ്ങനത്തെ ഒരു സിമിലർ കാറ്റഗറിയിലുള്ള ഒരാളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. ഈ സൺഡേയോടെ വെറും ശ്രീജ മാറുകയാണ്. അതുപോലെ മാറി മറിയുകയും ചെയ്തു. അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഞാൻ പഴയ ഞാൻ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് മാറ്റമില്ല. അന്നും ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ശ്രീജ തന്നെയാണ്. പക്ഷേ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. റോൾ മോഡൽ ആരാണ്? ഇവര് രണ്ടുപേരും തന്നെയാണ്. ഇവരാണ് റോൾ മോഡൽ. ഇവര് തന്നെയാണ് ജീവിതത്തിൽ ഇതുവരെ എത്തിച്ചത്. അമ്മയ്ക്ക് പഴയ MA കാരിയാണല്ലേ? അതെ, അമ്മ MA ഹിസ്റ്ററിയാണ്. അമ്മയാണല്ലോ പഠനത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. അച്ഛൻ അതുപോലെ കിലോമീറ്ററുകളോളം സൈക്കിൾ ഓട്ടിച്ചാണ് ഇത്രയും എത്തിച്ചത്. ശ്രീജയുടെ എനിക്ക് തോന്നുന്നു പുസ്തകം വെക്കുന്ന റാക്കിന് പോലും ഒരു കഥയുണ്ട് അല്ലെ? അതെന്താണ് ആ കഥയുടെ അനുഭവം? അത് മെയിൻസ് റിസൾട്ട് വന്നു. അപ്പം തന്നെ മെയിൻസ് കഴിഞ്ഞിടെ റൂം പെയിൻറ് ചെയ്തു. അപ്പം എൻ്റെ ബുക്കെല്ലാം പലയിടത്ത് പൊടി പിടിച്ചിരിക്കുന്നു. അപ്പം എനിക്ക് ബുക്സിനൊക്കെ പൊടി പിടിച്ചിരിക്കുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പം കുറേ എനിക്കൊന്ന് വർഷങ്ങളായി ഞാൻ പറയുന്നത് എനിക്കൊരു ഷെൽഫ് വേണം. പക്ഷെ അത്രയും തുക കിട്ടുന്നില്ല. അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒറ്റ വാശിയിൽ പറഞ്ഞു, എനിക്കിവിടെ ഒരു ഷെൽഫ് വേണം, ഇത് എൻ്റെ മുറിയാണ്, എൻ്റെ പുസ്തകങ്ങൾ എൻ്റെ മുറിയിൽ തന്നെ എനിക്ക് വേണം എന്ന് എനിക്കൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം കയ്യിലുണ്ടായിരുന്ന കാശ് സേവ് ചെയ്തിട്ടാണ് അച്ഛൻ്റെ കൊടുക്കുന്നത്. അപ്പം അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നു. അന്ന് രാത്രി തന്നെ ബുക്സ് എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തു. എന്നിട്ട് കാരണം എന്തോ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു, ഇവിടെ ആൾക്കാർക്ക് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും, അപ്പം ബുക്സ് എല്ലാം അലങ്കോലമായി കിടക്കുന്ന നല്ല പരിപാടിയല്ല, അത് എൻ്റെ സ്വന്തം ബുക്സ്. അപ്പം അതൊക്കെ കൊണ്ടാണ് അന്ന് മേടിച്ചത്. 2000 രൂപ കൊടുത്ത് വാങ്ങിച്ചല്ലേ? ശ്രീജ ഒരു തവണ മാത്രമേ സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊരു വാശിയുണ്ടായിരുന്നു. അത് എങ്ങനെയായിരുന്നു അതിന്റെ പിന്നിലെ കഥ? അത് സിവിൽ സർവീസസ് ഈ എക്സാം എന്ന് പറയുന്നത് ഭയങ്കര ലോങ് ജേർണിയാണ്. ഒരു വർഷം PCM എടുക്കുന്നു, പിന്നെ ഒരു വർഷം കഴിഞ്ഞാലാണ് റിസൾട്ട് ഉണ്ടാവുക, പിന്നെ ഇതൊരു ഒരു വർഷത്തെ സൈക്കിളാണ്. അപ്പം ഒത്തിരി ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒത്തിരി സ്ട്രെയിൻ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം എനിക്ക് വീണ്ടും ആ പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹമില്ലായിരുന്നു. കാരണം ഒരു വട്ടം നമ്മൾ സ്ട്രെയിറ്റ് ഫ്രം കോളേജ്, അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഡയറക്റ്റ് നമ്മൾ എഴുതും. അപ്പം ആ ഒരു എനർജി, പിന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എപ്പോഴും എന്തൂസിയാസം ഉണ്ടാവും. അതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഉണ്ടാവണം എന്നില്ല. അത് എനിക്കത് ഉണ്ടാവുമെന്ന് എനിക്ക് ഒട്ടും തോന്നുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കയറണം, എനിക്ക് വീണ്ടും എഴുതണ്ടെന്നൊരു തീരുമാനം അങ്ങനെയാണ് വന്നത്. പഠിപ്പിസ്റ്റായിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ പഠിപ്പി തന്നെയായിരുന്നു സ്കൂളിൽ. ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും, അടുത്തുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സിനടുത്തൊക്കെ സംസാരിക്കും, പിന്നെ ഓപ്പൺ അപ്പ് ആവുമ്പം ഒരുപാട് സംസാരിക്കും, ഇല്ലാത്തപ്പം ആരടുത്തും മിണ്ടാറില്ല. അതെ. വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ടോ പഠനകാലത്തുള്ള അനുഭവങ്ങളോ പങ്കുവയ്ക്കാം? തീർച്ചയായിട്ടും ഒത്തിരി അനുഭവങ്ങളുണ്ട്. കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ശരിക്കും എന്നെ തന്നെ മനസ്സിലാക്കുന്നത്, എനിക്ക് കഴിവുകളുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞങ്ങളുടെ MCCയിൽ ഹോസ്റ്റൽസിന് ഹോൾസ് എന്നാണ് പറയുന്നത്. അവിടെ സ്റ്റുഡൻറ് ലീഡേഴ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു മേജർ ലീഡർഷിപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് എൻ്റെ ഹാൾ, അതായത് മാർട്ടിൻ ഹാളിൻ്റെ ലിറ്റററി ആൻഡ് ഡിബേറ്റിംഗ് സെക്രട്ടറി ആയിരുന്നു എൻ്റെ ഫൈനൽ ഇയറിൽ. അപ്പോൾ അതൊരു മേജർ ലൈഫ് ചേഞ്ചിങ് ഇവൻ്റ് ആയിരുന്നു. ലൈക്ക് എനിക്കൊരു നല്ലൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ലീഡർ ആവാൻ പറ്റും, അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ലീഡർ ആവാൻ പറ്റും, ഒരു ടീമിനെ
മുന്നോട്ട് നയിക്കാൻ ഉള്ള പ്രാപ്തി ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും നീ ഒരു അടിപൊളി L&D സെക്രട്ടറി ആയിരുന്നു, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ അതിൽ 100% അല്ലെങ്കിൽ 200% ഞാൻ കൊടുത്ത് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോഴും അവർ പറയും. അപ്പം അങ്ങനെ ഒരു എനിക്ക് തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഭവമാണ് ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ചെന്നൈയിലെ പഠനത്തിന്റെ കാരണം എന്താണ്? നമ്മൾ ഇവിടുത്തെ പഠനത്തെക്കാൾ ചെന്നൈ പോകാനുള്ള കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടിപ്പിക്കൽ പഠിപ്പിച്ച ടൈപ്പായിരുന്നു. വേറെ എക്സ്ട്രാ കരിക്കുലേഴ്സ് അപ്പാർട്ട് ഫ്രം സോഷ്യൽ സയൻസ് ക്വിസ് കോമ്പറ്റീഷൻ ഞാൻ അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അപ്പം എനിക്ക് തോന്നി നമ്മുടെ തിരുവനന്തപുരവും കേരളം മൊത്തത്തിൽ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസ് ആണ്. നമ്മുടെ സ്വന്തം മലയാളം ലാംഗ്വേജ്, പിന്നെ നമ്മുടെ സ്വന്തം മലയാളികളും. അപ്പം എനിക്ക് തോന്നി ഞാൻ ചിലപ്പം വീണ്ടും ഈ ഇൻട്രോവേർട്ട്നെസ്സും ഷൈനെസ്സും ഒക്കെ ഒത്തിരി കൂടും എന്ന് ഞാൻ വിചാരിച്ചു. ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈ അടുത്തുമാണ്, പിന്നെ MCC ഒരു അടിപൊളി കോളേജാണ്, ഒത്തിരി ഹിസ്റ്ററി ഉള്ളൊരു കോളേജാണ്, എക്സ്ട്രാ കരിക്കുലേഴ്സിലെല്ലാം ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടൊരു കോളേജാണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനിടയായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു കോളേജിൽ പഠിക്കാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ MCCയിലോട്ട് പോകുന്നത്. ഈ സാമ്പത്തിക പരാധീനതകളെല്ലാം നമ്മളെ വിദ്യാഭ്യാസ കാലത്തെ ബാധിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാനത് എപ്പോഴും എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സർക്കംസ്റ്റാൻസസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരിക്കലും എൻ്റെ ഡ്രീംസിന് ഇമ്പാക്റ്റ് ചെയ്യാൻ പാടില്ല. അതെന്നെ ഒരിക്കലും തളർത്താനും പാടില്ല. എനിക്ക് അതിനേക്കാളും ഒക്കെ അപ്പുറം പോകണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഒബ്വിയസ്ലി എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇതൊന്നും അറിയിക്കാതെയാണ് അവർ എന്നെ വളർത്തിയത്. അപ്പം ഇതിന് അപ്പുറം എപ്പോഴും പറയുന്നത് ഡെയർ ടു ഡ്രീം ബിഗ്. എസ്പെഷ്യലി എൻ്റെ 10ാം ക്ലാസ്സിലെ എൻ്റെ ന്യൂ ഹയർ സെക്കൻഡറിയിലെ ക്ലാസ് ടീച്ചർ ശോഭനമാരി ടീച്ചർ എപ്പോഴും പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ലോകം വിശാലമാണ്, ചിറകുകൾ വെച്ച് പറക്കണം, വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് ടീച്ചർ എപ്പോഴും പറയാറുണ്ട്. അപ്പം ഇതുപോലെ ഒത്തിരി ടീച്ചേഴ്സ് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നാച്ചുറലി വി ഡെയർ ടു ഡ്രീം ബിഗ്. നമ്മുടെ ശോഭനകുമാരി ടീച്ചറുടെ വാചകമാണ് ജീവിതത്തിലൊരു വലിയൊരു അസറ്റ് അല്ലേ? അതെ, ടീച്ചറെ ഇപ്പം വിളിച്ചപ്പോഴും ടീച്ചർ ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കുന്നു, തീർച്ചയായിട്ടും അവിടെ നിന്നൊക്കെ തന്നെയാണ് എനിക്ക് പ്രചോദനം കിട്ടിയതും, ഇങ്ങനെ ഈ വലിയ സ്വപ്നങ്ങൾ കാണാനും നമുക്ക് മുന്നോട്ട് പോകാനും. പിന്നെ ഒരു ക്ലീശ ആയിട്ടുള്ളൊരു സാധനം നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമ്മൾ എയിം ഫോർ ദി മൂൺ യു വിൽ ലാൻഡ് അമംഗ് ദി സ്റ്റാർസ്. എനിക്ക് തോന്നുന്നു അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് അത് ശരിക്കും പ്രാവർത്തികമായൊരു സാധനമാണെന്ന് തോന്നുന്നത്. കാരണം ഞാൻ എഴുതി വെച്ചത് ഓൾ ഇന്ത്യ റാങ്ക് 15 ആണ്, പക്ഷെ എനിക്ക് കിട്ടിയത് ഓൾ ഇന്ത്യ റാങ്ക് 57 ആണ്. അപ്പോൾ അത് ശരിക്കും മൂണിനെ എയിം ചെയ്തു, നക്ഷത്രങ്ങളിൽ ഞാൻ വന്ന് വീഴുന്നു. ഏതായാലും ഇരട്ടി സന്തോഷം. എയിം ചെയ്തെന്ന് മാറി വീഴുന്നെങ്കിലും ഒരു കുഴപ്പമില്ല. ഓൾ ഇന്ത്യ റാങ്ക് 57 തന്നെ വലിയൊരു കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് പറയാൻ എന്തേ മോട്ടിവേഷൻ ഉണ്ടോ? സിവിൽ സർവീസിൽ വരാൻ ഉദ്ദേശിക്കുന്ന സാധാരണക്കാർക്കും സിവിൽ സർവീസ് എഴുതാം, അതിലേക്ക് വിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് ശ്രീജ. അപ്പോൾ നമുക്ക് അതിനൊരു സാമ്പത്തിക ഒരു പ്രശ്നമേ അല്ല സിവിൽ സർവീസിന്. അപ്പോൾ അത്തരക്കാർക്ക് നമുക്ക് ഇതിലേക്ക് വരാൻ എന്തെങ്കിലും മോട്ടിവേഷൻ ശ്രീജയുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇപ്പം എനിക്കിതിന് സാധിക്കുമെങ്കിൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്യാനുള്ളത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക, 100% വർക്ക് ഇടുക, റിസൾട്ട് വരും. ചിലപ്പം റാങ്കായിട്ടല്ലെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഗ്രോത്ത് എന്തായാലും അവിടെ സംഭവിച്ചിരിക്കും. കാരണം ഈ എക്സാം പഠിത്തത്തിനേക്കാളും അപ്പുറം ഒരാളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കാൻ പൊട്ടൻഷ്യൽ ഒരു എക്സാമാണ്. നമുക്കില്ലാന്നും നമ്മൾ കരുതുന്ന കുറേ കാര്യങ്ങൾ നമുക്കുണ്ടെന്ന് തെളിയും. പിന്നെ കുറേ സ്കിൽസ് നമ്മൾ പഠിക്കും. അത് ഈ എക്സാമിൽ തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ആ ഒരു ഇത് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയും കൂടെയാണ് ഞാൻ. ഈ സിവിൽ സർവീസിന് പണം ഒരു ഘടകമാണ് പഠിക്കാൻ. തീർച്ചയായിട്ടും പണം ഡെഫിനറ്റ്ലി ഒരു ഫാക്ടറാണ്. കാരണം റിസോഴ്സസ് ഒക്കെ എല്ലാം മിക്ക സമയത്തും കോസ്റ്റ്ലി ആവാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കോച്ചിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അത് കോസ്റ്റ്ലി ആണ്. പിന്നെ ഇൻ്റർനെറ്റിൽ ഒത്തിരി ഫ്രീ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ സ്വയം ഒരു ഡിറ്റർമിനേഷനും ഒരു ഡിസിപ്ലിനും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അതൊരു വലിയ അസറ്റാണ്. അവർക്ക് സുഖമായി പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോർച്യൂണിൽ പോകുന്നതും കോച്ചിങ് എടുക്കും. ഫുള്ളും ഇംഗ്ലീഷ് മീഡിയം ആണോ പഠിച്ചത്? അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു വിജയം കൂടെ ഉണ്ട്. ഏത് സിലബസ് ആയിരുന്നു പഠിച്ചത്? ഞാൻ കേരള ബോർഡായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഹയർ സെക്കൻഡറി വരെയും കേരള ബോർഡിലാണ് പഠിച്ചത്. കേരള ബോർഡിലാണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.